രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഷുലൂരിൽ അവിടെ രക്ഷാദൗത്യം അതിൻ്റെ പല സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ അതീവ ദുഷ്കരമാണ്. ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തതാണ്. ഇതുവരെയുള്ള സാഹചര്യങ്ങൾ സർക്കാർ ഏജൻസികൾ വിലയിരുത്തി വരുന്നു. ഇതിനിടയിലാണ് കേന്ദ്രം നേരിട്ട് ഇടപെട്ട് കേന്ദ്രത്തിന് നേരിട്ടുള്ള മോണിറ്ററിംഗിൽ അവിടെ രക്ഷാ ദൗത്യം മുന്നോട്ട് പോകണം, തെരച്ചിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം കൂടി ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതും പ്രതീക്ഷിക്കാം. കേരളം കാത്തു നിൽക്കുകയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാക്കുന്നതിന് സങ്കീർണമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഭൂപ്രകൃതി, കാലാവസ്ഥ, പ്രതികൂലമാകുന്ന മറ്റ് ഘടകങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. MG മിഥുൻ നമുക്കുണ്ട്, ചേരുന്നു. മിഥുൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോറി ഉടമ മനാഫ് പങ്കുവച്ച കാര്യം, നമ്മൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട് എന്ന കാര്യം വ്യക്തമായത് നേരത്തെയുള്ള ഗൂഗിൾ ഇമേജുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. റോഡിൻ്റെ എതിർഭാഗത്ത്, അതായത് മംഗളൂരു ഭാഗത്ത് നിന്നും പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ടായിരുന്നു ഒരു കടയും മറ്റും ഉണ്ടായിരുന്നത്. അതേസമയം അർജുൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്ന റോഡിൻ്റെ മറുവശത്താണ്. ഇനി ഒരു സാധ്യത അവശേഷിക്കുന്നത് ഈ കട നിന്നിരുന്ന ഭാഗത്തേക്ക് വാഹനം വീണ്ടു പോകാനുള്ള സാധ്യതയാണ്. അത് പങ്കുവെച്ചത് ലോറി ഉടമ മനാഫ് തന്നെയാണ്. ആ സാധ്യത എത്രമാത്രമാണ്? ഒപ്പം ആ സ്ഥലത്തിൽ അങ്ങനെ സംഭവിച്ചാൽ പരിശോധന എത്ര കണ്ട് ദുഷ്കരമാവും? എങ്ങനെയാണ് സാഹചര്യം വിശദീകരിക്കാനാവുക? അത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ള മേഖലകൾ കൂടിയാണ് ഈ പറയുന്ന ഈ ഇടങ്ങളൊക്കെ തന്നെ. ഇവിടെയാണ് ഈ കാണുന്ന സ്ഥലത്താണ് ഈ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് വാഹനങ്ങൾ കൂടുതലും പാർക്ക് ചെയ്ത് ഇടാറുള്ള ഒരു മേഖല കൂടി. അങ്ങനെ നോക്കുമ്പോൾ ഈ മണ്ണ് കൂട്ടത്തോടെ ഇടിഞ്ഞ് മുകളിൽ നിന്ന് വീഴുന്നു. ഈ ലോറിക്ക് മുകളിലേക്ക് വീഴുകയാണെങ്കിൽ, അതായത് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരത്ത് നിന്ന് ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് ഈ ലോറി കടക്കുന്നു. അവിടേക്ക് ലോറിയുടെ മുകളിലേക്ക് ഈ മണ്ണ് വീഴുന്നുവെങ്കിൽ അതിന്റെ ആഘാതത്തിൽ ഒരു പക്ഷേ ലോറി മറിഞ്ഞ് ഈ പറയുന്ന പ്രദേശത്തേക്ക്, അതായത് ഈ നാലുവരി പാതയ്ക്കും ഒപ്പം തന്നെ ഗംഗാവലി പുഴയ്ക്കും നടുഭാഗത്തായിട്ട്, അതായത് ഈ കട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തേക്ക് ഒരു പക്ഷേ പതിച്ചേക്കാമെന്നുള്ള ഒരു സൂചന കൂടിയാണ് മനാഫ് പറയുകയും ചെയ്യുന്നത്. അതിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇനി പരിശോധിക്കുമ്പോൾ, അതായത് അവിടെ കുറച്ചധികം അതായത് ഒരു പൊക്കമുള്ള പ്രദേശമാണ്, അതിന് താഴേക്കാണ് ഈ പുഴ എന്ന് പറയുന്നത്. അവിടേക്ക് കൂട്ടത്തോടെ ഈ മണ്ണിടിഞ്ഞു വീണപ്പോൾ ഒരു പക്ഷേ ഇതിനടിയിൽ പെട്ടേക്കാം എന്നുള്ളൊരു സാധ്യത കൂടി അവർ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു സംഘാംഗത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം പ്രധാനമായി അവർ പറഞ്ഞത്, ഒന്നെങ്കിൽ ഇത് ഈ ലോറി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ ലോറി ഈ ഒരു റോഡിൽ തന്നെ ഉണ്ടാകാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതല്ല എങ്കിൽ പുഴയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് DYSP കൂടിയായിട്ടുള്ള അതായത് പോലീസിന്റെ നേതൃത്വം നൽകുന്ന DYSP പ്രേം സദൻ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, അതായത് ഈ കാണുന്ന ഭാഗത്ത് ഒരു പക്ഷേ ഈ ലോറി പെട്ടിട്ടുണ്ടാകാം, അതിന് മുകളിലേക്കാകാം മണ്ണ് വീണിട്ടുണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് മറ്റേതെങ്കിലും വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെയും ഒരു വ്യക്തതയില്ല. എന്തായാലും പരാതി ലഭിച്ചതിനനുസരിച്ച് അർജുനും ഒപ്പം തന്നെ മറ്റ് 2 കർണാടക സ്വദേശികൾ കൂടിയാണ് ഇതിനകത്തേക്ക് പെട്ടിട്ടുള്ളത്. അവരെയാണ് കാണാതെ പോയത് എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഈ മേഖലയിൽ മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതായത് ഈ ഗംഗാവലി പുഴയിൽ നിന്ന് ഈ പറയുന്ന നാലുവരി പാതയിലേക്ക്, അതായത് റോഡിലേക്ക് നല്ല പൊക്കമുണ്ട്. അത്രത്തോളം മണ്ണ് അവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡിലേക്ക് ഒരു പക്ഷേ ആ ഭാഗത്തേക്ക് ഒരു പക്ഷേ ഈ ലോറി ഉണ്ടാകാം. അവിടെ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത പരിശോധന നടത്തണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ റഡാറുകൾ, അത്യാധുനിക സംവിധാനങ്ങളുള്ള റഡാറുകൾ എത്തിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച ഈ മേഖലകളിൽ കൂടി പരിശോധന നടത്തുമെന്നാണ് നമുക്കിപ്പോൾ കരുതാനാകുന്നത്. കാരണം സ്വാഭാവികമായും ഇവിടെ വീണതിന് ശേഷം മാത്രമായിരിക്കാം ഒരു പക്ഷേ പുഴയിലേക്ക് മണ്ണ് പോവുക. സ്വാഭാവികമായും അതിനുശേഷമായിരിക്കാം ലോറിക്ക് മുകളിലേക്ക് നിർത്തിയിട്ടിരിക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ തടികൾ കയറ്റിയിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് വീഴുമ്പോൾ സ്വാഭാവികമായും ഈ മറുവശത്തേക്ക് മറിഞ്ഞു വീണിട്ടുണ്ടാകാം എന്നുള്ള നിഗമനമാണ് മനാഫ് പറയുന്നത്. അതിൽ കൃത്യമായി തന്നെ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയാണ് ഇനി അവിടുത്തെ മണ്ണുകൾ നീക്കിയതിനു ശേഷമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മേഖലയിലാണ് ഈ മണ്ണ് കുമിഞ്ഞു കൂടി കിടക്കുകയും ചെയ്യുന്നത്. ആ മേഖലയിലെ മണ്ണ് നീക്കം ചെയ്താൽ ഒരു പക്ഷേ ലോറി കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്തത്. അതായത് പുഴയിലെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം നേവിയുടെ ഭാഗത്ത്
ഭാഗത്ത് നിന്ന് അവർ ഈ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു പരിശോധന നടത്തുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് ഈ ലോറി കണ്ടെത്താനാകുമെന്നുള്ളൊരു അത് വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് ഇവിടെ നോക്കുക, അതായത് ഈ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തത്. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന മേഖലകളിലൊക്കെ തന്നെ നിരവധി വാഹനങ്ങൾ പാർക്ക് ഇടാറുള്ള സ്ഥലമാണ്. അവിടെ ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടുപുറത്ത് മൺകൂനകൾ ഇങ്ങനെ കിടക്കുന്നത് കാണുകയും ചെയ്യാം. അപ്പുറത്തെ ഭാഗത്താണ് ഈ പറയുന്ന ഗംഗാവലി പുഴയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം പൂർണ്ണമായും കടകുഴകി ആ നദിയിലേക്ക് പതിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ എന്തായാലും തെരച്ചിൽ സംഘം ഉള്ളതെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. കാരണം ഈ മണ്ണ് ഇത്രയും പൊക്കത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയല്ല, അത്രയും വലിയ ഒരു കുന്നാണ്. അത്രത്തോളം നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ ചെറിയ ഒരു മണ്ണിടിച്ചിലാണ് തോന്നുമെങ്കിൽ പോലും തന്നെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ അടക്കം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു ഭാഗം മുഴുവനായി ഇടിഞ്ഞ് പുറത്തേക്ക് ഇപ്പുറത്തെ വശത്തേക്ക്, അതായത് ഈ റോഡിന്റെ വശത്തേക്ക് വീഴുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പ്രേക്ഷകർ കണ്ട ഈ ഒരു ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്ന ആ ദൃശ്യങ്ങൾ, അത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ദൃശ്യങ്ങളാണ്. അത്രത്തോളം ഉണ്ടായിരുന്ന ഈ പ്രദേശമാണ് ഇപ്പോൾ കാണുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തത്. അത്രത്തോളം വ്യാപ്തി ഉണ്ട് ഈ ഒരു അപകടത്തിന് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഈ സൈഡിലുള്ള മണ്ണുകളെല്ലാം തന്നെ കടപുഴകി ഗംഗാവലി പുഴയിലേക്ക് വീഴുകയും ചെയ്തു. അതാണ് ആ മൺകൂനകളായി ആ പുഴയ്ക്ക് നടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൺകൂനകളായി അത്രത്തോളം ആഴമുള്ള ആ ഒഴുക്കുള്ള ആ പുഴയിൽ അത്രത്തോളം മണ്ണ് വീണുകൊണ്ട് ആ മണ്ണും പൊങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ അത്രത്തോളം കൂന കൂടി അത്രത്തോളം മണ്ണ് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന ആ ദൃശ്യത്തിൽ കാണുന്ന ആ പ്രദേശത്ത് ആ പുഴയ്ക്കും റോഡിനും നടുവിലായിട്ടുള്ള ആ ഭാഗത്ത് കൃത്യമായി പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്താൽ ഒരുപക്ഷെ ലോറിയിലേക്ക് എത്താനാകും, അർജുനിലേക്ക് എത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കളക്ടർ അടക്കമുള്ളവർ പറയുന്നത് പുഴയിൽ തന്നെയാണ് ലോറി ഉണ്ടാകാൻ സാധ്യത. കാരണം ആ കാണുന്ന മൺകൂനകളിൽ ഒരുപക്ഷെ ലോറി ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി അവർ എത്തുകയും ചെയ്യുന്നു. എന്തായാലും എവിടെയാണ് അർജുൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു പക്ഷേ ഈ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷേ അതിന്റെ ഈ ലോറിയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. കൂടാതെ റഡാർ സംവിധാനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. നേരത്തെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം നിലവിൽ അവിടെ മഴ പെയ്യുന്നുണ്ട്. ഈ ഇടവിട്ടിങ്ങനെ മഴ പെയ്യുന്നത് ഈ രക്ഷാദൗത്യത്തെ വളരെ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുമ്പോൾ, അതായത് ഈ പുഴയ്ക്കും ഈ റോഡിനും നടുക്കിലുള്ള ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നും മണ്ണിടിഞ്ഞ് വീഴാനുള്ള ഒരു സാഹചര്യം കൂടി അവർ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോട് കൂടി മാത്രമേ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത പൂർണ്ണമായും അവിടുത്തെ പഴയ രീതിയിലേക്ക്, അതായത് അവിടുത്തെ പൂർണ്ണമായും ഈ ഒഴുകിയെത്തിയ അല്ലെങ്കിൽ ഇടിഞ്ഞു വീണിട്ടുള്ള മണ്ണുകൾ നീക്കം ചെയ്ത് ലോറി കണ്ടെത്താനാകും എന്നുള്ളൊരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. കാരണം വീണ്ടും ഇങ്ങനെ മണ്ണ് വലിയ രീതിയിൽ അവിടുന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ റോഡിന്റെ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് അത് വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തൊരു കാര്യം തന്നെയാണ്. കാരണം മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വളരെ കരുതലോട് കൂടി മാത്രമേ നീക്കം ചെയ്യാവുള്ളൂ. കാരണം ഇനിയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തായാലും, അതായത് അപകടം നടന്ന ഭാഗത്തായാലും മറു സൈഡിലായാലും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ, കരയിലുള്ള മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വളരെ കരുതലോട് കൂടി മാത്രമേ നീക്കം ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാം. അതായത് ഈ റോഡ് നിൽക്കുന്ന ഭാഗമടക്കം ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു മേഖലയിലെ ഒരു മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഡിറ്റക്ടർ അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കാരണം 8 കിലോമീറ്റർ വ്യാപ്തിയിൽ, അതായത് ഒരു 100 മീറ്റർ വ്യാപ്തിയിലടക്കം ഈ ഒരു ഡിറ്റക്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സിഗ്നൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇതൊക്കെ തന്നെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇതിനടിയിൽ ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരത്തോളം ഈ 4 വരി പാതയിൽ നിന്നും ഈ പുഴയുടെ നടുക്ക് ഭാഗമായിട്ടുള്ള അത്രത്തോളം താഴ്ചയുണ്ട്. ആ 50 മീറ്ററോളം താഴ്ചയുണ്ട്. ആ ഭാഗത്തേക്കുള്ള അങ്ങനെ തന്നെയാണ് മിഥുൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള ആ സാധ്യതകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇതിലേറ്റവും പ്രധാനമാണ് കരയിൽ തന്നെ ഉണ്ടോ എന്ന സാധ്യത. നമുക്കതിന്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് കടന്നു വരാം. വേഗത്തിൽ ഒരു ഇടവേള, മടങ്ങി വരാം.